ആബ്രഹ്മലോകാദശേഷാദി ആലോകലോകപർവതാദി യേ സന്തി ബ്രഹ്മജ്ഞാ ദേവാ തേഭ്യോ നിത്യം നമാമ്യഹം. ഓം ശ്രീനാഥാദിഗുരുത്രയം ഗണപതിം പീഠത്രയം ഭൈരവം സിദ്ധൗകം വടുഗത്രയം പദയുഗം ദ്യോതീക്രമം മണ്ഡലം വീരാജഷ്ടചതുഷ്കഷഷ്ടിനവകം വീരാവലി പഞ്ചകം ശ്രീമന്മാലിനി മന്ത്രരാജസഹിതം വന്ദേ ഗുരോർമണ്ഡലം. ഓം ശ്രീ നാരായണേ നമഃ. ഗുരുഗീതയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഗുരുഗീതയിലെ ധ്യാന ശ്ലോകത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജഗത്തിന്റെ കാരണരൂപവും അപ്രകാരം തന്നെ ദിവ്യകമലം പത്രകമലേ ദിവ്യേ, ദിവ്യകമലത്തിന്റെ രണ്ട് ഇതളുകളെ കൊണ്ട് അപ്പൊ കമലം അതായത് താമര. താമര എന്നുള്ള സങ്കല്പം ഭാരതീയമായിരിക്കുന്ന വീക്ഷണകോണിൽ അതിദിവ്യമായിരിക്കുന്ന ഒരു കൽപ്പനയാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് താമരയെ ചിത്രീകരിക്കുന്നത്. രഹസ്യങ്ങളായിട്ട് നിർദ്ദേശിക്കുമ്പോൾ ഒത്തിരി അർത്ഥങ്ങൾ താമര എന്നുള്ള സങ്കല്പത്തിന് വരുന്നുണ്ടെങ്കിലും ഈ താമരയിൽ വാസ്തവത്തിൽ നമ്മുടെ ദൃശ്യത്തിലും അദൃശ്യത്തിലുമുള്ള എല്ലാ ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടേതായിരിക്കുന്ന വിശ്വാസം. അപ്പോ അങ്ങനെയുള്ള ആ പ്രപഞ്ചാകാരമായിരിക്കുന്ന താമരയുടെ രണ്ട് ഇതളുകളെ കൊണ്ട്, വെറും രണ്ട് ഇതളുകളെ കൊണ്ട് ഈ ജഗത്തിന്റെ സൃഷ്ടിക്ക് എന്താണ് ആവശ്യം? ഒത്തിരി ദേഹങ്ങൾ, ഒത്തിരി ആത്മാക്കൾ, ഒത്തിരി ജീവന്മാർ. ഇവിടെ ഏകോഹം ബഹുസ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വരികയിലും ഒന്ന് തന്നെയാണ് പലതായി തീർന്നിരിക്കുന്നത് എന്ന് വരികയാണെങ്കിലും ഇപ്പോൾ നാം അനേകത്വത്തിലാണ്. അനേകം സ്ത്രീയും പുരുഷനും അതുപോലെയുള്ള ജീവജാലങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനുവേണ്ടി ആ എല്ലാ ദേഹങ്ങളിലും സ്വന്തം ഇച്ഛ കൊണ്ട് ആ സ്വച്ഛന്ത രൂപം കൊണ്ട് എപ്പോഴും നിവസിക്കുന്നവനായിട്ടാണ് ഇവിടെ ഗുരുവിന്റെ സ്വരൂപത്തെ പറയുന്നത്. അങ്ങനെയുള്ള ഗുരുവിനെ എന്താ പറയുന്നത്? പരമശിവപദം. നമ്മുടെ പരമമായിരിക്കുന്ന പദം എന്താണ്? ആ അദ്വൈതം, ശാന്തം, ശിവം, അച്യുതം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ പരമമായിരിക്കുന്ന പദം, അതിനെ പരമശിവം, എല്ലാത്തിനും മംഗളമായിരിക്കുന്നത്, നന്മയായിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടെ ശിവശബ്ദം കൊണ്ട് തന്നെ അർത്ഥമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ചരണകമലാകാരങ്ങൾ ഇവിടെ ആ പാദത്തിനെ പോലും കമലത്തിന്റെ താമരയുടേതായിരിക്കുന്ന പ്രതീകമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ രണ്ട് ഇതളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അദ്വൈതത്തിൽ നിന്നും ദ്വൈതത്തിലേക്ക് വരുമ്പോൾ സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? രണ്ടു വേണം. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം ലിംഗം എന്നൊക്കെയുള്ള രീതിയിൽ ലിംഗങ്ങൾ പലതുമല്ല. അപ്പൊ ഇവിടെ അതല്ലേ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിനോ ന ജയദേവോ ദേവോ ഖലു കുശലസ്പന്ദിതുമപി അതത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാരി വിരഭി പ്രണന്തും സ്തോതും വാ കഥമഹൃത പുണ്യം എന്നുള്ള രീതിയിൽ സൗന്ദര്യലഹരിയിൽ പ്രത്യേകം പറയുന്നത് ഇവിടെ ശിവനും ശിവയും എന്ന് വെച്ചാൽ പുരുഷനും പ്രകൃതി ഒന്നു തന്നെ എന്നുള്ള രീതിയിൽ പറയുന്നു.
ഇപ്പൊ രണ്ട് ഇതളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആ പുരുഷാത്മകം എന്ന് വെച്ചാൽ ചൈതന്യാത്മകവും അപ്രകാരം തന്നെ ജീവാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ച സ്വരൂപത്തിനെ സൃഷ്ടിക്ക് ആവശ്യമായിരിക്കുന്ന രണ്ട് സങ്കല്പങ്ങളെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ഇങ്ങനെ എന്താണ്? ദീപജ്യോതിയുടെ നാളം കണക്കെ സാക്ഷാൽ അക്ഷരസ്വരൂപനുമായിരിക്കുന്ന ഗുരുവിനെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ അതാണ്. പിന്നെ ഇവിടെ ദീപമാണ് നമ്മുടേതായിരിക്കുന്ന ആ പൈതൃകം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏത് ചടങ്ങുകൾക്കും അതുപോലെ തന്നെ ഏത് കർമ്മങ്ങൾക്കും മുമ്പിലായിട്ട് നമ്മൾ ഭദ്രദീപത്തെ പ്രകാശിപ്പിക്കാം. ഇവിടെ ആ ദീപജ്യോതിയുടെ നമ്മുടെ അറിവാകുന്ന ജ്യോതി ഇവിടെ ആ ദീപമാണ് പ്രകാശം. അത് സ്വയം പ്രകാശമായിരിക്കുന്ന ആത്മാവിനെ നമുക്ക് ബോധിക്കുവാനായിട്ട് ആ ദീപത്തിന്റെ പ്രതീകമായിട്ട് ഇവിടെ ഇങ്ങനെ നമ്മള് ആ സ്വയം ജ്യോതിയായിരിക്കുന്ന അതിന്റെ പ്രതീകമായ ആ വിളക്കിന് കണക്കുകയാണ്. അങ്ങനെയുള്ള ഗുരുവിനെ വാസ്തവത്തിൽ എന്താ പറയുന്നത്? അക്ഷരസ്വരൂപൻ എന്നാണ് പറയുന്നത്. അക്ഷരം, അക്ഷരം, ഓമിത്യേകാക്ഷരം ബ്രഹ്മ അല്ലെ. ഗീതയിലും അതുപോലെയുള്ള ഉപനിഷത്ത് ശാസ്ത്രങ്ങളിലൊക്കെ ബ്രഹ്മത്തെ കുറിച്ച്, അതായത് ഈശ്വരനെ കുറിച്ച്, അതായത് ദൈവത്തെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് അക്ഷരം എന്നുള്ള പദം കൊണ്ടാണ്. അപ്പൊ ഗുരുവിന്റെ സാക്ഷാൽ സ്വരൂപം എന്താണ്? ഈശ്വര സ്വരൂപം തന്നെയാണ്. എന്ന് വെച്ചാൽ ദേഹങ്ങളും അതുപോലെ എല്ലാ സങ്കല്പങ്ങളും മാറുന്നതാണെങ്കിലും ഗുരുവിൻ്റെതായിരിക്കുന്ന സങ്കല്പം അവിടെ ആ ആദി ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തി മുതൽ ഇന്നോളം നിലനിൽക്കുന്ന ഇനി വരാൻ പോകുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും പ്രതീകമായിട്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു ഗുരു ഉൾക്കൊള്ളുന്നത്. ആയതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സമീപിക്കുന്ന ഗുരു ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന പരമ്പരയിൽപ്പെട്ട ആളായിരിക്കണം എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു പരമാർത്ഥമാണ്. കാരണം അനേകം കൽപ്പനകളെ കൊണ്ട്, ശാസ്ത്രങ്ങളെ കൊണ്ടും അതുപോലെയുള്ള പ്രമാണങ്ങളെ കൊണ്ടൊക്കെ നിരത്തി നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശാസ്ത്രത്തെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നതായിരിക്കുന്ന സമൂഹം ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നാം സ്വീകരിക്കുന്ന ഗുരു വളരെ പാരമ്പര്യത്തിനും പ്രമാണത്തിനും അനുസൃതമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാലം മാറി, അതുപോലെ തന്നെ സംഭവങ്ങളും എല്ലാം മാറി. അതുകൊണ്ട് സന്യാസം അതുപോലെയുള്ള പൈതൃകങ്ങൾക്കും മാറ്റം വന്നു. ഇന്ന് ഇങ്ങനെയാകണം, ഇന്നലെ അങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ശാസ്ത്രത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നവരും വിശദീകരിക്കുന്നവരും ഒത്തിരി പേരും. അവരൊക്കെ കാരണം ഇവിടെ ഗുരുവല്ലാതെ ഈശ്വരനല്ലാതെ യാതൊന്നുമില്ല എന്നുള്ളതാണ് നമ്മുടേതായിരിക്കുന്ന ആ ഭാരത സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഭാരതീയമായിരിക്കുന്ന കാഴ്ചപ്പാടിന്റെ പ്രത്യേകത. ആ ഏകമായിരിക്കുന്ന ഈശ്വരൻ തന്നെ ഇവിടെ നാനാവിധത്തിൽ പ്രകാശിക്കുന്നു എന്നുള്ളൊരു ബോധം എന്നിലും നിന്നിലും സർവ്വതിലും പ്രകാശിക്കുന്നതായിരിക്കുന്ന ചൈതന്യം ഏകമാണ് എന്ന് നമ്മളോട് നിസ്സംശയമായിട്ട് പറയുവാൻ ഒരു പരമ്പരയിൽപ്പെട്ട ഗുരുവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോ ഇവിടെ ഗുരുഗീതയിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ, ഗുരുഗീതയുടേതായിരിക്കുന്ന അർത്ഥവിചാരം ചെയ്യുന്ന നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠനായിരിക്കണം നമ്മുടെ ഗുരു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഗുരുവിനെ, സ്വീകരിക്കുന്ന ഗുരുവിനെ ഒരു പൈതൃകം, ഒരു പാരമ്പര്യമുണ്ടായിരിക്കണം. നമ്മുടെ ഗുരുവിനെയും ഒരു ഗുരു ഉണ്ടായിരിക്കണം, ആ ഗുരുവിനെയും ഒരു ഗുരു ഉണ്ടായിരിക്കണം. അങ്ങനെ അഖണ്ഡ ഭാരതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അഖണ്ഡമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ആദ്യം മുതൽ വന്നിരിക്കുന്ന, ഇന്നും നിലനിൽക്കുന്ന, ഇനിയും വരാൻ പോകുന്ന ആ എല്ലാ ഗുരുക്കന്മാരുടെയും പ്രതീകമാണ്
പൈതൃകത്തിൽപ്പെട്ട ഒരു ഗുരു. ഓം കാമതോ അകാമതോ വാപി യത്കരോമി ശുഭാശുഭം തത്സർവം ത്വയി സന്യസ്തം ത്വത്പ്രയുക്താ കരോമ്യഹം. ഓം ബ്രഹ്മണേ നമസ്തുഭ്യം മമാത്മനേ നമോ നമഃ. ശ്രീ ലളിതാംബികായേ സമർപ്പയാമി മാം ശിവേ.